ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മളെ രേവതി വിളിച്ചിട്ട് സച്ചിയുടെ അമ്പലത്തിലേക്ക് വരാൻ പറയുന്ന സമയത്ത് ആദ്യമൊക്കെ സച്ചി മടിച്ചു നിൽക്കുമെങ്കിലും അച്ഛൻ പറഞ്ഞിട്ടാണ് താൻ വിളിച്ചതെന്നും അച്ഛൻ്റെ കയ്യിൽ താൻ ഫോൺ കൊടുക്കാമെന്നൊക്കെ രേവതി പറയുന്ന സമയത്ത് വേണ്ട രേവതി, ഞാൻ അമ്പലത്തിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടാണ് സച്ചി കോൾ കട്ട് ചെയ്യുന്നത്. അതിനുശേഷം എല്ലാവരും കൂടെ കൂടിയിട്ട് അമ്പലത്തിലേക്കായിട്ട് ചെല്ലുകയാണ്. അവിടെ നേരെ ചെല്ലുന്ന തിരുമേനിയുടെ അടുത്തേക്കാണ്. തിരുമേനിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം ചന്ദ്ര പറയുന്നുണ്ട്, സ്വാമി ഇതാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടി, ഇതാണ് എൻ്റെ മരുമകൾ എന്ന് പറയുന്ന സമയത്ത് ചടങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്, ഓരോരോ ചടങ്ങുകളായിട്ട് ചെയ്തോളുക എന്ന് പറയുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി ആകെ മടിച്ചു നിൽക്കാട്ടോ. കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ദൈവമേ ഞാൻ പറഞ്ഞ കള്ളങ്ങൾക്കെല്ലാം തന്നെ എനിക്ക് തന്നെ തിരിച്ചടി കിട്ടുകയാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ശ്രുതി നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഇതിപ്പോൾ ചടങ്ങുകൾ ചെയ്യാൻ നിനക്ക് വേണ്ടിയിട്ടല്ല, അപ്പോൾ ആ ചടങ്ങുകൾ അതിൻ്റെതായ രീതിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, ആൻറ്റി ഇവിടുത്തെ ദൈവങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ഫലിക്കുകയുള്ളൂ, മലേഷ്യയിലെ ദൈവങ്ങൾക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് വർഷ പറയുന്ന സമയത്ത് മലേഷ്യൻ ദൈവം, കന്നഡ ദൈവം, മലയാളി ദൈവം അങ്ങനെ ഒന്നുമില്ല വർഷ, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും അവിടെ ഫലം ലഭിക്കുന്നതായിരിക്കും. ശ്രുതി വേഗം ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രുതി മടിച്ചു നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, ഇത് അമ്പലമായി പോയി, അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി നിനക്ക് ഞാൻ തന്നേനെ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് എന്നെ ശ്രുതിനെ കൂട്ടിക്കൊണ്ട് പോകട്ടെ. ഇതേ സമയം തന്നെ നമ്മുടെ രേവതി ശ്രുതിയുടെ തലയിലൂടെ ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് 3 കലം വെള്ളം, അത് കിണറ്റിൽ നിന്ന് ഒരു പച്ച വെള്ളം, നല്ല തണുപ്പുള്ള വെള്ളം ഇങ്ങനെ 3 നിരത്തി വെച്ചിരിക്കുകയാണ്. അന്നേരമാണ് അങ്ങോട്ടേക്കായിട്ട് ശ്രുതിനെ കൂട്ടിക്കൊണ്ട് ചന്ദ്രയും ബാക്കി എല്ലാവരും കൂടി വരുന്നത്. വന്ന ഉടനെ തന്നെ ചന്ദ്ര രേവതിയോട്ട് പറയുന്നുണ്ട്, രേവതി നീ തന്നെ വേണം ശ്രുതിയുടെ തലയിലൂടെ വെള്ളം ഒഴിക്കാനെന്ന് പറയുന്ന സമയത്ത് തലയിലൂടെ വെള്ളം ഒഴിക്കാൻ വേണ്ടി ഇത് നല്ല തണുത്ത വെള്ളമാണെന്ന് ശ്രുതി പറയുന്നുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ തലയിലൂടെ വെള്ളം ഒഴിച്ചോളാൻ പറയുകയും നമ്മുടെ രേവതി 2 കുടം വെള്ളം ശ്രുതിയുടെ തലയിലൂടെ ഒഴിക്കുമ്പോൾ തന്നെ ശ്രുതി പറയുന്നുണ്ട്, ആദ്യം എനിക്ക് പറ്റുന്നില്ല മതി എന്ന് പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര പറയാണ്, അതൊന്നും പറഞ്ഞാൽ പറ്റുകയില്ല, 3 കുടം വെള്ളം നിറച്ചു വെച്ചാൽ മാത്രമേ ചടങ്ങ് പൂർത്തിയാവുകയുള്ളൂ, രേവതി ഇനി 3ാമത്തെ കുടം വെള്ളവും ഒഴിച്ചോളാൻ പറയാം. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ തലയിലേക്കായിട്ട് 3 കുടം വെള്ളമൊക്കെ ഒഴിക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ സച്ചി നീലിമയെ കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് നീലിമ ചോദിക്കുന്നുണ്ട്, സച്ചിക്ക് അമ്പലത്തിൽ പോകാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, ഏടെ അമ്പലം എന്നൊക്കെ ചോദിച്ചറിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന അമ്പലമാണ്, അവിടുത്തെ ദേവി ഭയങ്കര ശക്തിയുള്ളതാണ്, മേഡം ദൈവവിശ്വാസിയാണോ എന്ന് സച്ചി ചോദിക്കുന്ന സമയത്ത് അതെ എന്ന് നീലിമ മറുപടി പറയുന്നുണ്ട്. എന്നുള്ളൊരു കാര്യം ചെയ്യാം, മേഡം എൻ്റെ കൂടെ തന്നെ പ്രാർത്ഥിക്കാൻ വന്നോളൂ, ഞാൻ എൻ്റെ വീട്ടുകാരെ കൂടെ പരിചയപ്പെടുത്തി തരാം എന്നൊക്കെ സച്ചി മറുപടി പറയുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ അമ്പലം നടക്കുന്ന ശ്രുതി ആകട്ടെ ആകെപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്താണ് ചന്ദ്ര പറയുന്നത്, ശ്രുതി 10 തവണ ഏട്ടമിടണം എന്ന് പറയുമ്പോഴത്തേക്കും 10 തവണയോ അടി എന്ന് നമ്മുടെ ശ്രുതി ചോദിക്കുമ്പോഴത്തേക്കും ആ 10 തവണ തന്നെ ഇടണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രുതി മടിച്ചു നിൽക്കുന്ന കാണുമ്പോൾ തന്നെ രവിയും പറയുന്നുണ്ട്, കേട്ടോ മോളെ ഇങ്ങനെ മടിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, ചടങ്ങ് നല്ല രീതിയിൽ നടത്തി കഴിഞ്ഞാൽ അത് മോളുടെ അച്ഛന് വേണ്ടിയിട്ടാണ്, ചടങ്ങ് നല്ല രീതിയിൽ നടത്തി കഴിഞ്ഞാൽ മോളുടെ അച്ഛനെ അവിടെ നിന്ന് രക്ഷിക്കാനാവും, അത് മോൾക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് കരുതിയാൽ മതി എന്നൊക്കെ രവി പറയുന്നുണ്ട്. ശ്രുതിയും അത് സപ്പോർട്ട് ചെയ്തെന്ന് സംസാരിക്കാൻ കേട്ടോ. ഇതേ സമയം തന്നെ നീലിമയും കൂട്ടിക്കൊണ്ട് സച്ചി അമ്പലത്തിൽ നടയിലേക്കായിട്ട് വരികയാണ്. അതിനുശേഷം നീലിമയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകാതിരുന്ന സമയത്താണ് നീലിമയ്ക്ക് ഒരു കോള് വരുന്നത്. പെട്ടെന്ന് തന്നെ നീലിമ പറയുന്നുണ്ട്, സച്ചി വേഗം പോയിട്ട് വാ, എനിക്ക് അർജൻറ്റായിട്ടുള്ള ഒരു കോളാണ്, ഇത് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല എന്നും പറഞ്ഞിട്ട് സച്ചിയെ മാത്രം പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ നമ്മുടെ ശ്രുതിയാകട്ടെ ഏട്ടമിട്ടും അടുത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ ഏട്ടമിടുമ്പോഴും ശ്രുതി മതി മതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്രൻ നിർബന്ധിച്ച് തന്നെ ശ്രുതിനെ കൊണ്ട് ഏട്ടമിടിക്കുകയാണ് കേട്ടോ. അവസാനം 8 വിടുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അടി 10 എന്ന് പറയുമ്പോഴത്തേക്കും വേഗം തന്നെ വർഷയും ശ്രീകാന്ത് പറയുന്നുണ്ട്, 10 ആയിട്ടൊന്നുമില്ല, 8 ആയിട്ടുള്ളൂ, ഞങ്ങൾ ഇവിടെ ഇരുന്ന് എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് ചന്ദ്ര പറയുന്നത്, എന്താ ശ്രുതി ഇത്, ശ്രുതി നിനക്ക് നിന്റെ അച്ഛന് വേണ്ടിയിട്ട് ചെയ്യുന്നല്ലേ, ഇതിങ്ങനെ നിനക്കൊന്നും മര്യാദയ്ക്ക് ചെയ്യാൻ പാടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് 10 ഏട്ടൻ തന്നെ നമ്മുടെ ശ്രുതിനെ കൊണ്ടായിട്ട് ഇടിയിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്കായിട്ട് വരുന്നത്. സച്ചി വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, ഇവരുടെ അച്ഛന് വേണ്ടി ചടങ്ങുകൾ ചെയ്യുന്നത് ഇവളല്ല, എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് ചോദിക്കുന്ന സമയത്ത് ചന്ദ്ര വേഗം രേവതിയായിട്ട് പറയുന്നുണ്ട്, രേവതി നീ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുകയും രേവതി വേഗം സച്ചിയായിട്ട് നിങ്ങളൊന്നും ഉണ്ടായിരിക്കും, ഇവിടെ കുടുംബത്തിലുള്ള എല്ലാവരും കൂടി വന്ന് ചേർന്നാലേ ഈ ചടങ്ങ് പൂർണ്ണമാകുകയുള്ളൂ എന്ന് പറയാം കേട്ടോ. അതിനുശേഷം ശ്രുതിയോടായിട്ട് ചെയ്യാൻ പറയുന്ന ചടങ്ങ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം ക്രൂരമാണ്. അത് മറ്റൊന്നുമല്ല, ശ്രുതിയോട് കയ്യിൽ കർപ്പൂരം വെച്ചതിന് ശേഷം കത്തിച്ച് ദേവിയെ 3 തവണ ഒഴിയാനായിട്ട് നമ്മുടെ ചന്ദ്ര ആവശ്യപ്പെടുന്ന സമയത്ത് ശ്രുതി അടക്കം എല്ലാവരും ഒന്ന് നെട്ടുകയാട്ടെ. എന്നാൽ സച്ചി ആവട്ടെ, ഇതെന്തായാലും നല്ല ചടങ്ങ്, വന്ന കാര്യം എന്തായാലും വെറുതെ ആയില്ല,
ഇതെന്തായാലും കാണേണ്ട ചടങ്ങ് തന്നെയാണെന്ന് പറയുമ്പോഴത്തേക്ക് രേവതി പറയുന്നുണ്ട് സച്ചിൻ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുകയെന്ന് പറയുക കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ രവിയാണെങ്കിലും പറഞ്ഞിട്ട് ചന്ദ്രൻ ഇത്ര നേരം ചെയ്ത ചടങ്ങുകളൊക്കെ തന്നെ ഞാൻ കൂട്ടുനിന്നാണ്, പക്ഷേ ഇത് കുറച്ചധികം കടന്നു കൈയാണെന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെ ഒന്ന് ചിന്തിക്കേണ്ട രവിയേട്ടാ, ഇത് ശ്രുതിമോളുടെ അച്ഛന് വേണ്ടിയിട്ടാണ്, മാത്രമല്ല ദൈവങ്ങൾക്ക് മുന്നിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടൊന്നും കൈ പൊള്ളുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ ശ്രുതി ആകട്ടെ പറയുന്നുണ്ട് ആൻറ്റി എൻ്റെ കൈ പൊള്ളും, പുള്ളി നാശമാകും, എന്നെ കൂടെ സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ചന്ദ്ര ശ്രുതിയുടെ കൈ നിർബന്ധിച്ച് തന്നെ കർപ്പൂരം കത്തിക്കേട്ട. അതിനുശേഷം 3 തവണ ദൈവത്തിന് മുന്നിലായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും ശ്രുതി ആകെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എന്നാലും സച്ചി ആവട്ടെ ഇതെല്ലാം കണ്ട് വളരെയധികം ആസ്വദിച്ച് തന്നെ നിൽക്കുകയാണ്. അതിനുശേഷം സച്ചി ഇപ്പം ഈ ഒരു ചടങ്ങിനിടയ്ക്ക് നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഇതേപോലെ മനോഹരമായ ചടങ്ങുകൾ വേറെ ഉണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ശ്രുതി കൈ വേദനിച്ചിട്ട് കർപ്പൂരം താഴത്തേക്കായിട്ട് വലിച്ചെറിയുന്നുണ്ട് കേട്ടോ. എന്നിരുന്നാലും 3 തവണയായിട്ട് നമ്മുടെ ചന്ദ്ര ശ്രുതിനെ കൊണ്ട് ദൈവങ്ങൾക്ക് മുന്നിലായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒഴിയിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ല, എൻ്റെ കൈയും പുള്ളി എനിക്ക് ആകെ മേലിന് ആകെ ബുദ്ധിമുട്ടും വേദനകളും കാര്യങ്ങളാണ്, നമുക്ക് എത്രയും വേഗം വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ചടങ്ങുകൾ ബാക്കിയുണ്ട് മോളെ, നീ വരാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയെ നിർബന്ധിച്ചുകൊണ്ട് പോകട്ടെ. അതിന് ശേഷം ചെയ്യുന്നത് എന്താണെന്ന് ശയന പ്രദക്ഷിണമാണ്. അമ്പലം നടക്ക് ചുറ്റുമായിട്ട് 3 തവണ വലം വെച്ച് വരണം, എന്നാൽ മാത്രമാണ് ഈ ഒരു ചടങ്ങിന് ഏകദേശം പര്യവസാനമാവുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ നടക്കലായിട്ട് കടത്തിയതിനു ശേഷം ശയന പ്രദക്ഷിണം നടത്തിക്കുകയാണ് കേട്ടോ. മറ്റു ചടങ്ങുകൾ ചെയ്ത പോലെ തന്നെ ആദ്യമൊക്കെ ശ്രുതി മടിച്ചു നിൽക്കുമെങ്കിലും ചന്ദ്ര നിർബന്ധിച്ച് ദേഷ്യപ്പെട്ട് തന്നെ ശ്രുതിനെ കൊണ്ട് ഈ ഒരു കാര്യം ചെയ്യിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന നീലിമയാണ്. നീലിമ അമ്പലത്തിന് മുന്നിലേക്ക് വന്ന് പ്രാർത്ഥിച്ചു നിന്നിട്ട് തിരിഞ്ഞ് നടക്കാനൊരുങ്ങുന്ന സമയത്താണ് മുകളിൽ നിന്ന് ഫോൺ വിളിച്ചു വന്ന ശ്രുതിനെ കാണുന്നത് കേട്ടോ. ശ്രുതിനെ കാണുമ്പോൾ തന്നെ നീലിമ ഒന്ന് പതറുന്നുണ്ട്. വേഗം തന്നെ വണ്ടിയുടെ ഉള്ളിലേക്കായിട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. ശ്രുതി ആകട്ടെ കോൾ വിളിച്ചുകൊണ്ട് തന്നെ സച്ചിയുടെ വണ്ടിയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. വണ്ടിയുടെ ഡോറിൻ്റെ സൈഡിലായിട്ട് കൈ ചേർത്ത് വെച്ചിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കാണ്ട് നീലിമയാണെങ്കിൽ ശ്രുതി തന്നെ കാണില്ലേ എന്നും പറഞ്ഞുകൊണ്ട് കൈ കൊണ്ട് മുഖം മറച്ച് വെച്ചിരിക്കുകയാണ്. വണ്ടിയുടെ ഗ്ലാസ് പൊക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അകത്ത് ആരിരിക്കുന്നതെന്ന് ശ്രുതിക്ക് വ്യക്തമാകുന്നില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി രവിയോടായിട്ട് പറയുന്നുണ്ട് അച്ഛാ ചടങ്ങുകൾ ഏകദേശം തീരാറായുള്ളൂ, ഞാനിനി പൊക്കോട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും മോനെ ഇതും കൂടി ഉള്ളൂ, ഇത് തീർന്നിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും കാറിൻ്റെ ഉള്ളിൽ വലിയൊരു മേടം ഇരിക്കുന്നുണ്ട്, അവരെ കൃത്യസമയത്ത് തന്നെ സ്ഥലം എത്തിക്കണം അച്ഛാ, അല്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ സച്ചി പറയുന്ന നേരത്തെ രേവതി പറയുന്ന സച്ചിയായിട്ട് ഇതും കൂടെ ഉള്ളൂ, ഇതും കൂടെ കഴിഞ്ഞിട്ട് സച്ചിയായിട്ടും പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ സച്ചി അവിടെ പറയുന്നുണ്ട് എനിക്ക് എന്നാൽ ഇത് കാണണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള കാര്യമായിരുന്നു, കാരണം പൗഡർ ഇടത്തിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നതാണല്ലോ. പിന്നെ രേവതി ഒരു കാര്യമുണ്ട്, ഞാൻ വിചാരിച്ചിരുന്നു അമ്മ നിന്നെ പേടിപ്പിച്ചിട്ട് നീ വീട് വിട്ട് പോകുമ്പോൾ എന്നാണ്, പക്ഷേ അമ്മയെ പേടിച്ച് മിക്കവാറും പൗഡർ എടുത്ത് വീട് വിട്ട് പോകാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതി ചിരിച്ചുകൊണ്ട് പറയുന്നത് ആ സച്ചിയായിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ വേഗം തന്നെ പൊക്കോളാൻ പറയട്ടെ. അങ്ങനെ ആ സച്ചി വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ, അതായത് തൻ്റെ കണ്ണ് കുളിർന്ന് നൽകുന്ന ഒരു കാഴ്ചയും കണ്ടുകൊണ്ട് തന്നെ സച്ചി അവിടെ നിന്ന് പോവുകയാണ്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സച്ചി തൻ്റെ കാറിൻ്റെ മുന്നിൽ നിൽക്കുന്ന ശ്രുതിയെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.